ചെറുപ്പം നിലനിർത്താൻ എന്താ ചെയ്യേണ്ടത്? സ്കിൻ കെയർ മാത്രം കറക്റ്റായിട്ട് ചെയ്താൽ മതിയോ? ഒരു പ്രോപ്പർ സ്കിൻ കെയർ കൊണ്ട് മാത്രം നമ്മൾ ഏജ് കുറവായിട്ട് തോന്നില്ല. അപ്പോൾ നമുക്ക് ഏജ് നമ്മളെക്കാൾ ഏജ് കുറവായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും നമ്മുടെ ഏജിനേക്കാൾ കൂടുതൽ തോന്നിപ്പിക്കരുതെന്നാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അതിന്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും അണ്ടർ പ്രഷറിലായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ കെമിക്കൽ ചേഞ്ചസ് അങ്ങനത്തെ രീതിയിലാണ് നടക്കുക. അപ്പോൾ അത് ആൻറ്റി ഓക്സിഡൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഏജിങ് വരാനും റിങ്കിൾസ് വരാനൊക്കെ ചാൻസസ് ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവും ഓരോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി പേഴ്സൺസ്. അപ്പോൾ അതിൽ ചിലർക്ക് ഷോപ്പിംഗ് ചെയ്യുന്നതായിരിക്കും, ചിലർക്കാണെങ്കിൽ മ്യൂസിക് കേൾക്കുന്നതായിരിക്കും, ചിലർക്കാണെങ്കിൽ ഉറങ്ങുന്നതായിരിക്കും. ഇതൊക്കെ ആയിരിക്കും അവരുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ എന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഒരു പോസിറ്റീവ് ഫ്രെയിമിംഗ് കൊണ്ടുവരാം ലൈഫിന്. അതായത് നമ്മൾ പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ്സിനെ കൗണ്ട് ചെയ്യുക. അങ്ങനെയൊക്കെ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ പോസിറ്റീവ്സ് കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാറ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റീവിലേക്കും അതേപോലെ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് ഫേസ് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ അതിനെ ഒരു ലൈമായിട്ട് എടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി യൂത്ത് ആൻഡ് എന്താ പറയുക എനർജറ്റിക് ആയിട്ട് ബാക്കിയുള്ളവർക്ക് നമ്മളോട് ഒരു അട്രാക്ഷൻ മീൻസ് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും.